നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻ ഹായ് 503 ചരക്കു കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമം തുടർന്നു. നിലവിൽ കപ്പൽ നിയന്ത്രണ വിധേയമെന്ന് കോസ്റ്റ് ഗാർഡ് പറയുന്നു. ചരക്കുകപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ശ്രമം. കപ്പലിലെ തീ അണയ്ക്കുവാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രൈ കെമിക്കൽ പൗഡർ വിതറി. തീ കൂടുതൽ വ്യാപിക്കുന്നത് തടയുന്നതിനായി നേവിയുടെ ഹെലികോപ്റ്ററിൽ ഡ്രൈ കെമിക്കൽ പൗഡർ കപ്പലിലെ തീ പിടിച്ച ഭാഗങ്ങളിലേക്ക് വിതറുകയായിരുന്നു. ഇതോടെ തീ പിടിക്കുന്ന ഭാഗങ്ങളിലെ ഓക്സിജന്റെ സാന്നിധ്യമില്ലാതാകും. തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതും നിയന്ത്രിക്കുവാൻ സാധിക്കും. സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്നിവയാണ് ഡ്രൈ കെമിക്കലുകളായി ഉപയോഗിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായതിന് പിന്നാലെ ഒഴുകി നടന്ന കപ്പലിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചതും രക്ഷാപ്രവർത്തനത്തിലെ വലിയ ചുവടുവയ്പ്പാണ്. കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം തന്നെ വിദഗ്ധ സംഘം എത്തിയിരുന്നു. ഹെലികോപ്റ്ററിൽ കപ്പലിന്റെ ഭാഗത്തിലിറങ്ങി കപ്പലിന്റെ മുൻവശത്തെ കുളത്തിൽ വടം കെട്ടി കോസ്റ്റ് ഗാർഡ് കപ്പലായ സമുദ്രപ്രഹരുമായി ബന്ധിപ്പിച്ചാണ് നിയന്ത്രിക്കുന്നത്. ഇന്നും അതുതന്നെ തുടരും. കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായി ലഭിച്ച ശേഷം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമായിരിക്കും ഉൾക്കടലിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാണെങ്കിലും പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡ്രൈ കെമിക്കൽ പൗഡർ വിതറിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം കോസ്റ്റ് ഗാർഡ് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം കപ്പലിൽ നിന്ന് കാണാതായ ജീവനക്കാർക്കായുള്ള തിരച്ചിലും തുടരുകയാണ്. 4 ജീവനക്കാരെയാണ് നിലവിൽ കണ്ടെത്താനുള്ളത്. കപ്പലിൽ ആകെ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ പലരും അപകട സമയത്ത് സുരക്ഷാ ബോട്ടിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കടലിൽ വീണ കണ്ടെയ്നറുകൾ മറ്റു കപ്പലുകളെ പ്രൊപ്പല്ലറുകളിൽ ഇടിക്കുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ ഞായറാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയ 18 പേരെ മംഗളൂരുവിൽ എത്തിച്ച് ചികിത്സ നൽകി. ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമാണ്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും കീടനാശിനികളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സമുദ്രത്തിലും അന്തരീക്ഷത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ ദോഷകരമായ രാസവസ്തുക്കളാണ് കപ്പലിലുള്ളത്. കപ്പലിലെ രാസവസ്തുക്കളും അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. ബൈപെയറിഡിലിയം ശുദ്ധജലത്തെ മലിനപ്പെടുത്തും. മീനുകൾക്കും മറ്റു കടൽ ജൈവ വ്യവസ്ഥയ്ക്കും ഭീഷണിയാണ്. അന്തരീക്ഷത്തിൽ കലരുമ്പോൾ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ശ്വസിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും. ജൈവ വ്യവസ്ഥയിൽ കലരുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെത്തുകയും മനുഷ്യനും അപകട ഭീഷണിയുണ്ട്. മണ്ണ്, വെള്ളം, വായു എന്നിവയിൽ വിപരീത ദോഷഫലങ്ങൾ ഉണ്ടാക്കും. ഈഥൈൽ ക്ലോറോഫോർമേറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. അന്തരീക്ഷ മലിനീകരണം. വെള്ളത്തിൽ കലരുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളുമായി വിഘടിക്കുന്നു. ജൈവ ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയാണ്. അധിക അളവിൽ വെള്ളത്തിൽ അമ്ലത കൂട്ടുന്നത് മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ദോഷകരമാണ്. അന്തരീക്ഷ മലിനീകരണം വെള്ളം മലിനപ്പെടുത്തുന്നു. ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞ അപകടകരമായ അവസ്ഥയുണ്ടാക്കുന്നു. മീനുകൾക്ക് മറ്റു ജീവികൾക്കും അപകടമാണ്. ഡൈമീഥൈൽ സൾഫേറ്റ് ക്യാൻസർ ഉണ്ടാകുവാനുള്ള കഴിവുണ്ട്. ക്യാൻസർ ഉണ്ടാക്കാനായി ഇതിന് കഴിവുണ്ട്. കൂടിയ അളവിൽ സമ്പർക്കത്തിൽ വന്നാൽ ഈ കണ്ണുകൾക്ക് കേട്, കാഴ്ചശക്തി നഷ്ടപ്പെടൽ, കരൾ, വൃക്ക, ഹൃദയം എന്നിവയെ ബാധിക്കാം. തീപിടിക്കുന്ന ദ്രാവകം തീപിടിക്കുമ്പോൾ വിഷകരമായ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കും. വെള്ളത്തിൽ കലരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു. താപം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണിത്. ജീവജാലങ്ങളെ പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കുവാൻ കഴിയും. ശ്വസിച്ചാൽ മനുഷ്യർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഡ്രൈ ക്ലോറോ ബെൻസീൻ മണ്ണിനും ജലത്തിലും ദീർഘനാൾ നിലനിൽക്കും. മത്സ്യങ്ങൾക്ക് ഉൾപ്പെടെ ഭീഷണിയാണ്. നൈട്രോസെല്ലുലോസ് വെള്ളത്തിൽ ഇത് വിഘടിച്ച് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയ വിഷകരമായ പദാർത്ഥങ്ങൾ ഉണ്ടാകും. തീ പിടിച്ചാലും വിഷകരമായ വസ്തുക്കൾ ഉണ്ടാകും. ഇവ കൂടാതെ കണ്ടെയ്നറുകളിലുള്ള ഹെക്സാമെത്തിലിൻ, ഡൈസോ സയനേറ്റ്, ബെൻസോഫിനോൺ, ട്രൈക്ലോറോ ബെൻസീൻ, ക്ലോറോഫോർമേറ്റ്, ഫോസ്ഫോറിക് ആസിഡ്, പിപ്പരാസിൻ, എഥനോൾ, ടർപ്പന്റൈൽ, പാരാഫോർമാൽഡിഹൈഡ്, ഈഥൈൽ, മീഥൈൽ, കീറ്റേൻ എന്നിവ അമിതമായ അളവിൽ ശ്വസിക്കുന്നതും വലിയ അളവിൽ വെള്ളത്തിൽ കലരുന്നതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ടർപ്പന്റൈൻ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുവാണ്. കൊച്ചി പുറംകടലിൽ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയ ആഘാതത്തിൽ നിന്ന് കേരളം മുക്തമാകുന്നതിന് മുന്നെയാണ് കേരള സമുദ്രാതിർത്തിയിൽ വീണ്ടും വലിയൊരു അപകടമുണ്ടായത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വാൻ ഹായ് 503 എന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഈ കപ്പലിലെ 154 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കപ്പലിലെ 154 കണ്ടെയ്നറുകളിൽ ആസിഡുകളും ഗൺ പൗഡറും ലിഥിയം ബാറ്ററികളും അടക്കം അപകടകരമായ വസ്തുക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ. തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നതും കണ്ടെയ്നറുകളിലെ തീ പിടിക്കുന്ന രാസവസ്തുക്കളാണ്. നേരത്തെ കണ്ടെയ്നറുകൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. ഇതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും കപ്പലിനടുത്തെത്തുവാൻ കുറച്ച് പരിശ്രമിക്കേണ്ടി തന്നെ വന്നു. കപ്പലിന്റെ എല്ലാ ഭാഗത്തും തീ പടർന്നിരുന്നു.
അന്തരീക്ഷ വായുവുമായി കലർന്നാൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന രാസവസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ ഏതുതരം രാസവസ്തുക്കളാണ് ഇതെന്ന് വ്യക്തമല്ല. ഇവിടെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ കപ്പലപകടം പരിസ്ഥിതിയെ ഇത്രത്തോളം ബാധിക്കുമെന്ന് വ്യക്തമാകും. നേരത്തെ കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3യിൽ അപകടകരമായ കുറച്ചു കണ്ടെയ്നറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ വാൻഹായിലെ ഭൂരിഭാഗം കണ്ടെയ്നറുകളും അപകടകരമെന്നാണ് വിവരം. തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ഈ കപ്പൽ മുങ്ങുമെന്നത് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കും. കപ്പലിലെ തീപിടുത്തം നിയന്ത്രിക്കുവാനായി കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാറി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കപ്പലിലെ വിഷവസ്തുക്കളും കീടനാശിനികളും കേരള തീരത്ത് എത്രത്തോളം ആഘാതമുണ്ടാക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും തീരദേശത്തെ കടൽവെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ തീരങ്ങളിൽ നിന്ന് കടൽവെള്ളവും ചെളിയും ശേഖരിച്ചാണ് പരിശോധന നടത്തുന്നത്. എണ്ണ ചോർച്ച ഉൾപ്പെടെ സാധ്യത ഉള്ളതിനാൽ പൊല്യൂഷൻ റെസ്പോൺസ് ടീം തയ്യാറായിരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീര ശുചീകരണത്തിന് വേണ്ടി ഏകോപനം ഉറപ്പുവരുത്തുവാനും സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 157 ഇനം അത്യന്തം അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട് എന്നാണ് കാർഗോ മാനിഫെസ്റ്റോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കണ്ടെയ്നറുകൾ തെക്കൻ കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യത ഏറുകയാണ്. കപ്പലിൽ ആകെ 1754 കണ്ടെയ്നറുകളാണ് ഉള്ളത്. ഇതിൽ 671 കണ്ടെയ്നറുകൾ ഡെക്കിലാണ്. കാർഗോ മാനിഫെസ്റ്റ് പ്രകാരം ഇതിൽ 157 ഇനങ്ങൾ അത്യന്തം അപകടകരമായ വസ്തുക്കളാണ്. പെട്ടെന്ന് തീപിടിക്കുന്ന ഖരദ്രാവ വസ്തുക്കളും കപ്പലിലുണ്ട്. 21,600 കിലോഗ്രാമിനടുത്ത് റെസിൽ സൊല്യൂഷൻ കപ്പലിലുണ്ടായിരുന്നു. പാരിസ്ഥിതികമായി അപകടകരമായ 20,000 കിലോഗ്രാം വസ്തുക്കളുണ്ട്. ഇതിൽ വെടിമരുന്നിനുള്ള നൈട്രോസെല്ലുലോസ് അടക്കമുണ്ട്. പലതരം ആസിഡുകളും ആൽക്കഹോൾ മിശ്രിതങ്ങളും നഫ്താലും കീടനാശിനികളുമുണ്ട്. ഇതിനു പുറമെ 2000 ടൺ കപ്പൽ ഓയിലും 240 ടൺ ഡീസൽ ഓയിലും കപ്പലിലുണ്ട് എന്നതും അപകട സാധ്യത കൂട്ടുന്നുണ്ട്. അപകടകരമായ സ്ഥലത്തു നിന്നും തെക്ക് കിഴക്കൻ ദിശയിൽ കണ്ടെയ്നറുകൾ നീങ്ങുവാനാണ് സാധ്യതയെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യ വിലയിരുത്തലുകൾ പുറത്തുവന്നത്. വളരെ പതിയെ കണ്ടെയ്നറുകൾ നീങ്ങുവാനാണ് സാധ്യതയെന്നും ചില കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോടിനുമിടയിൽ തീരത്തടിയുവാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ നിലവിൽ കാറ്റിന്റെ ഗതിയും വേഗവും കണക്കിലെടുത്ത് തെക്കൻ തീരത്തേക്കും കണ്ടെയ്നറുകൾ എത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ. കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്ക് അന്ത്യശാസനമായി ഷിപ്പിംഗ് മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കേന്ദ്രം പറയുന്നു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചു. ഇന്ത്യൻ തീരത്തെയും സമുദ്ര വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കി. കേരള തീരത്തെ ഇതിനകം ബാധിച്ചുവെന്നും കേന്ദ്രം പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിയുണ്ടാക്കി. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയില്ല. 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം. അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും. അടിയന്തര നടപടിയില്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻഹൈ ലെൻസ് ഷിപ്പിംഗ് കമ്പനിക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയായ ഉപകരണങ്ങൾ സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിച്ചാൽ ക്രിമിനൽ നടപടിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് ഷിപ്പിംഗ് DG പറയുന്നത്. തീ അണയ്ക്കുവാനോ കപ്പലിനെ നിയന്ത്രിക്കുവാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനമില്ലെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.